എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 7ാമത്തെ സർഗത്തിലെ 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ശ്ലോകങ്ങളിലൊക്കെ അനുഷ്ഠുപ വൃത്തം തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് അയോധ്യയിലെ മന്ത്രിമാരെ പറ്റിയിട്ട്, അവിടുത്തെ രാജകിങ്കരന്മാരെ പറ്റിയിട്ടൊക്കെ തന്നെയാണ്. ആ രീതിയിലുള്ള വർണ്ണനയൊക്കെ തന്നെയാണ് ഇവിടെ ഈ സർഗത്തിൽ കാണാൻ പറ്റണത്. അതിനുശേഷം വരണ 8ാമത്തെ സർഗത്തിലാണ് പുത്രകാമേഷ്ടി പോലെയുള്ള കാര്യങ്ങളൊക്കെ വർണ്ണിക്കുന്നത്. നമുക്കാദ്യം 13ാമത്തെ ശ്ലോകം നോക്കാം. ബ്രഹ്മക്ഷത്രമഹിംസന്തസ്തേ കോശം സമപൂരയൻ സുതീക്ഷ്ണദണ്ഡാ സംപ്രേക്ഷ്യ പുരുഷസ്യ ബലാബലം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ രാജകിങ്കരന്മാർക്ക്, രാജപുരുഷന്മാർക്കൊക്കെ കോശം അഥവാ ഖജനാവ് നിറയ്ക്കാനുള്ള ചുമതലകളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ചുമതലകൾ ഉള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാ ദിക്കിലും ഉണ്ടാവുമല്ലോ. ഒരു രാജ്യം ഭരിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വേണ്ടതുപോലെ നിലനിർത്തുന്നതിനുള്ള കാര്യക്കാരുണ്ടാവും. ഇന്നത്തെ കാലത്തും എന്നത്തെ കാലത്തും ഭരണം ഈ ഇതുപോലെയുള്ള ധനം പിരിച്ചെടുക്കുന്നതും അത് വേണ്ട വിധം വിനിയോഗിക്കുന്നതുമാണ് അതിൻ്റെ അഭിവൃദ്ധി. ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധി അങ്ങനെയാണ് നടക്കുന്നത്. അങ്ങനെ കോശം എങ്ങനെയാണോ അതിൽ പണം നിറച്ചിരുന്നത്, ധനം നിറച്ചിരുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അതിൽ ശ്രദ്ധയുള്ളവരുണ്ടായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്നിട്ട് അതെങ്ങനെയാണ് നിറയ്ക്കുന്നത്, അതിൽ അങ്ങനെ ഈ ഖജനാവ് നിറയ്ക്കുന്നതിന് ഏറ്റവും മാന്യമായിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള, നീതിയുക്തമായിട്ടുള്ള മാർഗങ്ങൾ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. അതാണ് പറയണത്. ബ്രഹ്മക്ഷത്രം അഹിംസന്തഃ തേ കോശം സമപൂരയൻ. തേ രാജകിങ്കരാ, ആ രാജകിങ്കരന്മാർ ബ്രഹ്മക്ഷത്രം അഹിംസന്തഃ, ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും ഹിംസിക്കാതെയാണ്. ബ്രാഹ്മണ ക്ഷത്രിയാദികളെ ആരെയും, അവിടെ ഉണ്ടായിരുന്നവരെ ആരെയും എന്നുള്ള അർത്ഥത്തിലാണ്, അവരെ ആരെയും ഹിംസിക്കാതെ. ഹിംസിക്കുക എന്നുള്ളത് കൊണ്ട് വധിക്കുക എന്നുള്ള അർത്ഥം ആണ് ശരിക്കുള്ളത്. പക്ഷേ ഇവിടെ അതല്ല, ആരെയും ഉപദ്രവിക്കാതെ എന്നുള്ള അർത്ഥം. അഥവാ അവരിൽ നിന്നൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണ പോലെ കരം അഥവാ ടാക്സ് ഒന്നും പിടിച്ചെടുത്തിരുന്നില്ല എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് അവരെയൊന്നും വേദനിപ്പിക്കാതെ. എത്രയാണ് അവർക്ക് ധനമുണ്ടായത് അത് മുഴുവനും തന്നെ കരമായിട്ട്, ടാക്സായിട്ട് അടച്ചോളൂ എന്ന് പറയുക. അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം നികുതി വർദ്ധിപ്പിക്കുക, അപ്പോൾ കയ്യിലുള്ളത് മുഴുവനും പോവുക. സാധാരണഗതിയിൽ അടച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ടുള്ള ധനം അടയ്ക്കാൻ പറ്റാതെ വരുന്നവർക്ക് യാതൊരു രീതിയിലുള്ള, ധനം എന്ന് പറഞ്ഞാൽ നികുതി, യാതൊരു രീതിയിലുള്ളതായ സംരക്ഷണങ്ങളോ അതുപോലെ പരിഗണനകളോ കൊടുക്കാതിരിക്കുക, അവരുടെ ധനസ്ഥിതിയെ പറ്റി നോക്കാതിരിക്കുക, ഇതൊക്കെ ഒരു ചീത്ത രാജ്യത്തിൻ്റെ ലക്ഷണമാണ്. ഇവിടെ അങ്ങനെയല്ല. ആരെയും പിഴിഞ്ഞ് എടുക്കാതെയാണ് നികുതി രാജഭണ്ഡാരത്തിലേക്ക് എത്തിച്ചിരുന്നത്. അതാണ് ബ്രഹ്മക്ഷത്രം അഹിംസന്തഃ. ആരെയും വേദനിപ്പിക്കാതെ, ആരെയും പിഴിഞ്ഞ് ഊറ്റിയെടുക്കാതെ തന്നെ നികുതി രാജാവിൻ്റെ ഖജനാവിലേക്ക് എത്തിച്ചിരുന്നു. അങ്ങനെ അവർ കോശം സമപൂരയൻ, കോശത്തെ, ഭണ്ഡാരത്തെ പൂർണ്ണമാക്കി, സമൃദ്ധമാക്കി. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികളുണ്ടായിരുന്നു? സുതീക്ഷ്ണദണ്ഡാഃ സംപ്രേക്ഷ്യ പുരുഷസ്യ ബലാബലം. പുരുഷസ്യ ബലാബലം സംപ്രേക്ഷ്യ സുതീക്ഷ്ണദണ്ഡാഃ. അതായത് ജനങ്ങളുടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതായ നികുതി അടയ്ക്കേണ്ട ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ, അതിനെയാണ് പുരുഷന്മാർ, അവിടുത്തെ പ്രജകൾ എന്നർത്ഥം, അവരുടെ ബലാബലങ്ങളെ നല്ലവണ്ണം നോക്കി മനസ്സിലാക്കിയിട്ട്. ബലാബലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരുടെ ജീവിത വ്യവസ്ഥ, അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ, ജീവിത രീതി, അത് നോക്കിയിട്ട് വേണം അവർക്കുള്ളതായ ദണ്ഡം അഥവാ ശിക്ഷ വിധിക്കാൻ. അതായത് അത് ഏത് കാലത്തും ഉണ്ട്. ഓരോ ദേശത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച്, വയസ്സിനനുസരിച്ച് ഒക്കെ ആണ് ദണ്ഡങ്ങൾ കൊടുക്കുക. പ്രായമായിട്ടുള്ള ഒരാളാണ്, അയാൾക്ക് ഇത്ര അടി കൊടുക്കുക, അങ്ങനത്തെ ദണ്ഡങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. അതായത് ഓരോരുത്തരുടെ, നമ്മൾ ഇപ്പോഴും കേൾക്കുന്നുണ്ട്, വയസ്സ് നോക്കിയിട്ട്, അവരുടെ അവസ്ഥകൾ നോക്കിയിട്ടൊക്കെ ശിക്ഷ നടപ്പാക്കുന്ന രീതികൾ എല്ലാ കാലത്തും ഉണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് അയോധ്യയിലും നിയമങ്ങളും നീതികളും ഒക്കെ നടപ്പാക്കിയിരുന്നത്. അതാണ് ഇവിടെ പറയണത്. ദേശകാല വയശക്തി സഞ്ചിന്യ ദണ്ഡകർമ്മണി.
ദണ്ഡകർമ്മത്തിൽ ഇതെല്ലാം നോക്കണം. ദേശം നോക്കണം, കാലം നോക്കണം, വയസ്സ്, അതിൻ്റെ ശക്തി, വയസ്സിൻ്റെ, ദേശത്തിൻ്റെ, കാലത്തിൻ്റെ, വയസ്സിൻ്റെയൊക്കെ ശക്തി, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ശക്തി, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരാൾക്കുള്ളതായ ദണ്ഡം വിധിക്കാൻ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഓരോരുത്തരെയും ശിക്ഷിക്കാനുള്ളവർക്ക് അടി കൊടുക്കാനുള്ളവർക്ക് അടി കൊടുക്കുക, കാരാഗൃഹവാസം കൊടുക്കാനുള്ളവർക്ക് കാരാഗൃഹവാസം കൊടുക്കുക, 2 വാക്ക് പറഞ്ഞാൽ കേൾക്കുന്നവരെ അങ്ങനെ പറയുക. ആ രീതിയിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ശിക്ഷകളിൽ അല്ലെങ്കിൽ ഓരോരോ പ്രവൃത്തികളിൽ കൂടെ തന്നെയാണ് ഓരോരുത്തരെയും നിയമങ്ങളിൽ കൂടെയും നീതിയിലൂടെയും ഒക്കെ കൊണ്ടു നടന്നിരുന്നത് ആ രാജ്യത്ത്. അങ്ങനെ സത്പ്രവൃത്തികളിൽ കൂടെ ആരെയും പരമാവധി വേദനിപ്പിക്കാതെ ആ ഒരു സാമ്പത്തിക സ്ഥിതി വേണ്ടതുപോലെ മുമ്പാക്കം കൊണ്ടുപോകാൻ അവിടുത്തെ കിങ്കരന്മാർക്ക്, രാജഭടന്മാർക്ക് അല്ലെങ്കിൽ രാജപുരുഷന്മാർക്ക് സാധിച്ചു. എന്നിട്ട് അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം ഒന്നുകൂടി എടുത്തു പറയാണ്. ശുചീനാമേകബുദ്ധീനാം സർവേഷാം സംപ്രജാനതാം നാസീത് പുരേവ രാഷ്ട്രേവ മൃഷാവാദീ നരക്വചിത്. ശുചീനാം ഏകബുദ്ധീനാം സർവേഷാം സംപ്രജാനതാം. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ, മന്ത്രിമാർ, അതുപോലെ രാജകിങ്കരന്മാരൊക്കെ എങ്ങനെയുള്ളവരായിരുന്നു? ശുചീനാം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വാക്ക്, മനസ്സ്, കായം, ഇതൊക്കെ ശരീരമൊക്കെ ശുദ്ധമായിട്ടുള്ളവർ, ചീത്ത പ്രവൃത്തികൾ, ചീത്ത വാക്കുകൾ, ചീത്ത ചിന്തകളൊന്നും ഇല്ലാത്തവർ, അവരെയാണ് ശുചികൾ എന്ന് വിളിച്ചിരുന്നത്. അങ്ങനെ ശുചികളായിട്ടുള്ള ഏകബുദ്ധികൾ എന്ന് പറഞ്ഞാൽ നല്ലത് വരണമെന്ന് വിചാരിക്കുന്നവരെ, നേരും നെറിയുമുള്ളവരെന്നർത്ഥം. അങ്ങനെയുള്ള സർവേഷാം സംപ്രജാനതാം, നഗരത്തിലെ സകല കാര്യങ്ങളും അറിയുന്നവരായിട്ടുള്ള അവിടുത്തെ രാജകിങ്കരന്മാരാണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് നടന്നിരുന്നത്. അതോടൊപ്പം തന്നെ അവരിങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ നഗരങ്ങളിലൊന്നും അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലൊന്നും തന്നെ ചീത്ത പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യരാരും ഉണ്ടായിരുന്നില്ല. അതാണ് നാസീത് പുരേവ രാഷ്ട്രേവ മൃഷാവാദീ നരക്വചിത്. പുരേ രാഷ്ട്രേവ, പുരത്തിലാകട്ടെ, ആ വലിയ രാജ്യത്തിലാകട്ടെ, മൃഷാവാദീ നരക്വചിത് ന ആസീത്, നുണ പറയണ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ആവശ്യമില്ലാതെയും ആവശ്യം ഉണ്ടായിട്ടുമൊക്കെ ഇങ്ങനെ പൊളി പറയുക എന്നുള്ളത് മനുഷ്യൻ്റെ സഹജമായിട്ടുള്ളൊരു സ്വഭാവമാണ്. വെറുതെ കാര്യസാധ്യത്തിന് വേണ്ടി പറയണവരുണ്ടാവും, വെറുതെ നേരമ്പോക്കിന് വേണ്ടിയിട്ട് പൊളി പറയണവരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരൊന്നും അയോധ്യയിൽ ഉണ്ടായിരുന്നേയില്ല. അപ്പോൾ അവിടുത്തെ മന്ത്രിമാർ, പ്രജകളെങ്ങനെ, രാജാവ് എങ്ങനെയോ അങ്ങനെയാണ് പ്രജകൾ. നമ്മൾ പറയുമല്ലോ യഥാ രാജ തഥാ പ്രജ എന്ന്. അപ്പോൾ രാജാവിൻ്റെ ശ്രേഷ്ഠത തന്നെയാണ് പ്രജകളിലും കണ്ടിരുന്നത്. അവർ ശുദ്ധന്മാരും വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും ചിന്തകളിലും ഒന്നും ഒരു ചീത്തത്തം, മാലിന്യം, കളങ്കമൊന്നും ഏശാത്തവരും സത്പ്രവൃത്തികൾ ചെയ്യുന്നവരും നുണ പറയാത്തവരുമൊക്കെ ആയിട്ടുള്ള പ്രജകളായിരുന്നു അയോധ്യയിലുണ്ടായിരുന്നത്. അതുപോലെ 15ാമത്തെ ശ്ലോകം നോക്കാം. ക്വചിന്ന ദുഷ്ടസ്തത്രാസീത് പരദാരരതിർനര പ്രശാന്തം സർവമേവാസീത് രാഷ്ട്രം പുരവരം ച തത്. അവിടെ ആ നഗരത്തിൽ പരദാരരതി ദുഷ്ടഃ നരഃ തത്ര ന ആസീത് ക്വചിത് നാസീത്. ആദ്യം പറഞ്ഞു നുണ പറയണ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. ഇപ്പോൾ പറയുകയാണ് മറ്റൊരാളുടെ ഭാര്യയെ നോട്ടം വച്ചിരിക്കുന്ന ആൾക്കാർ, മറ്റൊരാളുടെ ഭാര്യയെ സ്വന്തമാക്കണമെന്ന് വിചാരിക്കുന്ന ഒരു പുരുഷൻ പോലും ആ അയോധ്യയിലോ അല്ലെങ്കിൽ ആ പുരത്തിലോ രാഷ്ട്രത്തിലോ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു മഹാരാജാവിൻ്റെ പുത്രനാണ് ശ്രീരാമൻ. ആ ശ്രീരാമൻ്റെ പത്നിയെയാണ് പരദാരത്തിൽ മോഹിക്കുന്നവനായിട്ടുള്ള രാവണൻ കട്ടുകൊണ്ടുപോയത്. അതാണ് അവിടുത്തെ വൈരുദ്ധ്യം. അങ്ങനെ ഒരാളും ആ രാജ്യത്തിലില്ല, മറ്റൊരാളുടെ ഭാര്യയെ മോഹിക്കുന്നവനുണ്ടായിരുന്നില്ല. അതാണ് പരദാര രതിഹി പുരുഷ ക്വചിത് ന തത്ര ആസീത്. ഒരാൾ പോലും അവിടെ പരദാരങ്ങളെ, പരൻ അപരൻ, മറ്റൊരാൾ അയാളുടെ ദാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന്. ഭാര്യ എന്ന് ഏകവചനത്തിലാണ് അർത്ഥം. സംസ്കൃതത്തിൽ ദാരാഹ എന്നുള്ളത് ബഹുവചനത്തിലും പുല്ലിംഗത്തിലും പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരാരും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ കളവ് പറയണവരില്ല, കക്കണവരില്ല, മറ്റുള്ളവരുടെ സ്ത്രീകളെ ആഗ്രഹിക്കുന്നവരൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തത്ര ആ പുരവരത്തിൽ, രാഷ്ട്രത്തിൽ പ്രശാന്തം സർവം ആസീത്, എല്ലാം തന്നെ വളരെ സമാധാനപരമായിട്ടാണ് നടന്നിരുന്നത്. ഒന്ന് കേട്ട രണ്ടാമത്തതിന് തട്ടിക്കയറുന്നവർ, അടിക്കുന്നവർ, ശിക്ഷിക്കുന്നവർ അങ്ങനെയുള്ളവരൊന്നും ഇല്ല. എല്ലാവരും സമാധാനകാംക്ഷികളായിരുന്നു. അതുകൊണ്ട് തന്നെ
സുഖമായിട്ട് കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു. മറ്റുള്ളവരെയൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി ഒരു പരപക്ഷത്തിനോട് മറ്റുള്ളവരോടൊക്കെ ബഹുമാനമുള്ള ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ അവരുടെ വേഷഭൂഷാദികളെ പറ്റി പറയുകയാണ് 16ാമത്തെ ശ്ലോകത്തിൽ. സുവാസസുവേഷാശ്ച തേജ സർവേഷു ചിവ്രതാഃ ഹിതാർത്ഥാശ്ച നരേന്ദ്രസ്യ ജാഗ്രതോ നയചക്ഷുഷാ. അവരെല്ലാവരും തന്നെ നല്ല വസ്ത്രങ്ങൾ, നല്ല വേഷങ്ങളൊക്കെ ധരിക്കുന്നവരായിരുന്നു. അതാണ് സുവാസസ, നല്ല വസ്ത്രങ്ങൾ. സുവേഷം, വേഷം എന്ന് പറയുമ്പോൾ വസ്ത്രം മാത്രമല്ല, ആഭരണാദികളൊക്കെ പെടും. നല്ല ഭംഗിയുള്ള ആഭരണങ്ങൾ, ചേരുന്ന ആഭരണങ്ങൾ, അതായത് ഒരു വേഷം, ആ വേഷത്തിന് ചേരുന്നതായിട്ടുള്ള, മോടി പിടിപ്പിക്കുന്നതായിട്ടുള്ള ആഭരണങ്ങളൊക്കെ, ഉചിതമായിട്ടുള്ള വേഷഭൂഷാദികളൊക്കെ അണിയുന്നവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നവർ. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ തേ സർവേ, അവരെല്ലാവരും തന്നെ ശുചിവ്രതാഹ, അവരുടെ പ്രവൃത്തികളിലൊന്നിലും കളങ്കമേ ഉണ്ടായിരുന്നില്ല. അവർ എങ്ങനെയായിരുന്നു? നരേന്ദ്രസ്യ ഹിതാർത്ഥാശ്ച നയചക്ഷുഷ ജാഗ്രത. രാജാവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, രാജാവിൻ്റെ നന്മ എന്നുള്ളത് കൊണ്ട് രാജ്യത്തിൻ്റെ നന്മ തന്നെയാണ്. രാജാവിൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു നന്മയ്ക്കും വേണ്ടിയല്ലല്ലോ. അതൊന്നും ഇപ്പോൾ സാധാരണക്കാർക്ക് അറിയില്ല. രാജാവ് ഉദ്ദേശിക്കുന്ന നന്മ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ നന്മയാണ്. അതുകൊണ്ട് രാജാവിന് എന്താണോ ഹിതം, രാജാവിന് എന്താണോ നന്മ ഉണ്ടാവേണ്ടത്, അതൊക്കെ വരാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവർ, അതിന് വേണ്ടിയിട്ട് തൽപരരായി നിൽക്കുന്നവരും. അതാണ് നരേന്ദ്രസ്യ ഹിതാർത്ഥാശ്ച. അതിനു വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു? നയചക്ഷുഷ ജാഗ്രത ച ആസൻ. അവർ നയചക്ഷുസ്, ചക്ഷുസ് എന്നുള്ളത് കൊണ്ട് കാഴ്ച, കണ്ണ് എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ ഇവിടെ പറയണത് വിവേകബുദ്ധിയോട് കൂടിയിട്ട്, നയം എന്ന വിവേകബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവരായിരുന്നു. അതായത് എന്താ പഠിച്ചത് അത് പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരിക മാത്രമല്ല, ഒരു സന്ദർഭത്തിൽ, ഒരു കാലത്തിൽ, ഒരു ദേശത്തിൽ ഇതെങ്ങനെയൊക്കെ മാറ്റേണ്ടി വരും അതിനനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തി രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടാവണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്നവരായിരുന്നു അവിടുത്തെ പ്രജകൾ. ഇനി അതോടൊപ്പം 17ാമത്തെ ശ്ലോകം നോക്കൂ. ഗുരോർ ഗുണഗൃഹീതാശ്ച പ്രഖ്യാതശ്ച പരാക്രമൈഃ വിദേശേഷ്വപി വിജ്ഞാതാ സർവതോ ബുദ്ധിനിശ്ചയാഃ. അവർ ഗുരുക്കന്മാരുടെയൊക്കെ അടുത്ത് പോയിട്ട് നന്നായി പഠിച്ചിട്ടുള്ളവർ, അതുപോലെ തന്നെ അവരവരുടെ പരാക്രമങ്ങളെ കൊണ്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ അറിയപ്പെടുന്നവരായിരുന്നു. അതാണ് ഗുരോർ ഗുണഗൃഹീതാശ്ച, മറ്റുള്ളവരെ ആക്രമിക്കുന്നതിൽ, പരാക്രമൈഹി, മറ്റുള്ളവരെ ആക്രമിക്കുന്ന വിഷയത്തിൽ, പ്രഖ്യാതാഹ, ലോകമെമ്പാടും പ്രശസ്തി നേടിയവരായിരുന്നു. ഗുരുവിൻ്റെ ഗുണഗണങ്ങളൊക്കെ വേണ്ടതുപോലെ ലഭിച്ചിട്ടുള്ളവരായിരുന്നു. അതായത് ഒരു ഗുരുവിൻ്റെ കീഴിൽ അസ്ത്രാഭ്യാസം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഗുരുവിൻ്റെ സകല അനുഗ്രഹങ്ങളും ശിഷ്യന്മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ രാജപുരുഷന്മാരൊക്കെ നല്ല ആയോധന കലകളിൽ വിദഗ്ധന്മാരുമായിരുന്നു. അതാണ് പറയണത്. വിദേശേഷ്വപി വിജ്ഞാതാഹ, പരാക്രമങ്ങളിൽ പ്രഖ്യാതന്മാരായതുകൊണ്ട് തന്നെ അന്യരാജ്യങ്ങളിലും അയോധ്യയ്ക്ക് പുറത്തും അവർക്ക് നല്ല സൽപ്പേരുണ്ടായിരുന്നു. നല്ല ബുദ്ധിനിശ്ചയം, സർവതോ ബുദ്ധിനിശ്ചയാഹ, എന്തിലാണ് മനസ്സുറപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവൃത്തികൾ ചെയ്യേണ്ടത് എന്നൊക്കെ നല്ല നിശ്ചയദാർഢ്യമുള്ള ജനങ്ങളായിരുന്നു, അല്ലെങ്കിൽ കിങ്കരന്മാരായിരുന്നു, രാജപുരുഷന്മാരായിരുന്നു ആ അയോധ്യയിൽ ഉണ്ടായിരുന്നത്. ഇനി 18ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അഭിതോ ഗുണവന്തശ്ച നചാസൻ ഗുണവർജിതാഃ സന്ധി വിഗ്രഹ തത്വജ്ഞാ പ്രകൃത്യാ സമ്പദാന്വിതാഃ. ഇവരെല്ലാവരും അഭിതോ ഗുണവന്തശ്ച, ഗുണഗണങ്ങൾ തികഞ്ഞവരായിരുന്നു. പ്രജകളെ പറ്റിയല്ല മുഴുവനും പറയണത്, രാജാവിൻ്റെ പുരുഷന്മാരെ പറ്റിയിട്ടാണ് പറയണത്. അവർ ഗുണഗണങ്ങൾ തികഞ്ഞവരെന്നുള്ളത് കൊണ്ട് അവർക്കൊക്കെ ത്യാജ്യഗ്രാഹ്യ വിവേകം ഉണ്ടായിരുന്നു. എന്തെല്ലാം സ്വീകരിക്കണം, എന്തെല്ലാം പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരണം, എന്തിനെ കളയണം എന്നുള്ള ബോധമുള്ളവർ. അതാണ് ഗുണവന്തഃ, എല്ലാവരും ഗുണവാന്മാരായിരുന്നു. ആ ചുറ്റുപാടുമുണ്ടായിരുന്ന രാജപുരുഷന്മാരൊക്കെ വളരെ ഗുണവാന്മാരായിരുന്നു. അതുപോലെ തന്നെ ഗുണവർജിതന്മാരായിട്ട്, ഗുണഗണങ്ങളില്ലാത്തവരായിട്ടും ആരും ഉണ്ടായിരുന്നില്ല. അതാണ് ഗുണവർജിതാഹ നച ആസൻ. അതുപോലെ സന്ധി, വിഗ്രഹം തുടങ്ങിയിട്ടുള്ള തത്വങ്ങളെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഷാഡ്ഗുണ്യങ്ങൾ, സന്ധി, വിഗ്രഹം, യാനം, ആസനം തുടങ്ങിയിട്ടുള്ളതായ 6 ഗുണഗണങ്ങളുണ്ട്. ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ജനങ്ങളെ കൂട്ടിച്ചേർക്കുക, ജനങ്ങളെ പിരിക്കുക, യുദ്ധം ചെയ്യുക, ആരെങ്കിലും പോയി കാണണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കാണുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഷാഡ്ഗുണ്യം. അതിനെ പറ്റിയിട്ടൊക്കെ നല്ല അറിവുള്ളവരായിരുന്നു, നല്ല ബുദ്ധി സൂക്ഷ്മതയുള്ളവരായിരുന്നു എന്നർത്ഥം. അതാണ്
സന്ധിവിഗ്രഹതത്വജ്ഞാഃ പ്രകൃത്യാ സമ്പദാന്വിതാഃ. പ്രകൃത്യ എന്ന് വെച്ചാൽ അവർ സ്വതവേ തന്നെ സമ്പത്തുകളോട് കൂടിച്ചേർന്നവരായിരുന്നു. ആരും ദാരിദ്ര്യമുള്ളവരൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ സുഭിക്ഷമായിട്ടുള്ളൊരു രാജ്യമായിരുന്നു അയോധ്യ എന്നാണ് കവി ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ബ്രഹ്മക്ഷത്രമഹിംസന്തസ്തേ കോശം സമപൂരയൻ സുതീക്ഷ്ണദണ്ഡാ സംപ്രേക്ഷ്യ പുരുഷസ്യ ബലാബലം ശുചീനാമേകബുദ്ധീനാം സർവേഷാം സംപ്രജാനതാം നാസീത് പുരേ വാ രാഷ്ട്രേ വാ മൃഷാവാദീ നരഃ ക്വചിന്ന ദുഷ്ടസ്തത്രാസീത് പരദാരരതിർനര പ്രശാന്തം സർവമേവാസീത് രാഷ്ട്രം പുരവരം ച തത് സുവാസസസ്സുവേഷാശ്ച തേ ച സർവേ ശുചിവ്രതാഃ ഹിതാർത്ഥാശ്ച നരേന്ദ്രസ്യ ജാഗ്രതോ നയചക്ഷുഷാ ഗുരോർഗുണഗൃഹീതാശ്ച പ്രഖ്യാതാശ്ച പരാക്രമൈഃ വിദേശേഷ്വപി വിജ്ഞാതാ സർവതോ ബുദ്ധിനിശ്ചയാ അഭിതോ ഗുണവന്തശ്ച ന ചാസൻ ഗുണവർജിതാ സന്ധിവിഗ്രഹതത്വജ്ഞാഃ പ്രകൃത്യാ സമ്പദാന്വിതാഃ. അങ്ങനെ ഉത്തമന്മാരായിട്ടുള്ള രാജപുരുഷന്മാരെ കൊണ്ട് നിറഞ്ഞതായിരുന്നു ആ അയോധ്യ നഗരി. അങ്ങനെയുള്ള രാജ്യത്തിലാണ് വളരെ ഭംഗിയായിട്ട് ദശരഥൻ രാജ്യം ഭരിച്ചത്. ആ ഭാഗം അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.